ട്രംപ് ആകെ കലിപ്പിലാണ്. വിവിധ രാജ്യങ്ങൾക്കുമേൽ US ചുമത്തിയ അധിക തീരുവ നിയമവിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം ഫെഡറൽ കോടതി വിധിച്ചിരുന്നു. ഫെഡറൽ കോടതി വിധിക്കെതിരെ രൂക്ഷ വിമർശനം തുടരുകയാണ് ട്രംപ്. അധിക നികുതി റദ്ദാക്കിയാൽ അമേരിക്ക മൂന്നാം ലോക രാജ്യമാകുമെന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ $15 ട്രില്യൺ നിക്ഷേപം നഷ്ടപ്പെടുമെന്നും ട്രംപ് പറയുന്നു. കോടതിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. റാഡിക്കൽ ലെഫ്റ്റ് എന്നാണ് കോടതിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. തീരുവ റദ്ദാക്കാൻ ഇടതുപക്ഷ കോടതി അനുവാദം നൽകുകയാണെങ്കിൽ എല്ലാ നിക്ഷേപവും ഉടനടി ഇല്ലാതാകും. US മൂന്നാം ലോക രാഷ്ട്രമായി മാറും. $15 ട്രില്യൺ US-ൽ നിക്ഷേപമായി എത്താനിരുന്നത്. ഇവയിലേറെയും തീരുവ മൂലമാണ്. തീരുവ റദ്ദാക്കിയാൽ ഈ നിക്ഷേപങ്ങൾ ഇല്ലാതാകും. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി. ഇൻ്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണെന്നാണ് കഴിഞ്ഞ ദിവസം US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ട് വിധിച്ചത്. തീരുവകൾ ഇല്ലാത്ത അധികാര പ്രയോഗമാണെന്നും നിയമവിരുദ്ധമാണെന്നും കഴിഞ്ഞ മെയ്യിൽ കീഴ്ക്കോടതി വിധിച്ചിരുന്നു. ഇതിനെതിരെ അപ്പീൽ പോയപ്പോഴായിരുന്നു ഫെഡറൽ കോടതിയുടെ വിധി. അതേസമയം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനായി ഒക്ടോബർ 14 വരെ കോടതി വിധി മരവിപ്പിച്ചിട്ടുണ്ട്. $159 ബില്യൺ നികുതിയിൽ നിന്ന് ജൂൺ വരെ US-ന് ലഭിച്ച വരുമാനം. കഴിഞ്ഞ വർഷം ജൂണിലേക്കാൾ ഇരട്ടിയാണിത്. ഇത് തിരിച്ചു നൽകേണ്ടി വന്നാൽ US പ്രതിസന്ധിയിലാകും. കൂടാതെ നികുതി ഭീഷണിയിലൂടെ നിരവധി രാജ്യങ്ങൾ US-ന് വാഗ്ദാനം ചെയ്ത നിക്ഷേപങ്ങളും ഇതോടെ ഇല്ലാതാകും. തീരുവ ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിന് US കോൺഗ്രസ് നൽകുന്നില്ലെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കി. US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ടിലെ 7 ജഡ്ജിമാരും ട്രംപിൻ്റെ തീരുവ അധികാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി. 4 ജഡ്ജിമാർ ട്രംപിനെ അനുകൂലിക്കുകയും ചെയ്തു. പിന്നാലെ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് എത്തി. ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധമാണ് ട്രംപിനെ അസ്വസ്ഥമാക്കുന്നതെന്ന് വ്യക്തം. ഇന്ത്യ US വ്യാപാര ബന്ധം ഒരു ദുരന്തമായിരുന്നുവെന്നും ഏകപക്ഷീയമായിരുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ വെട്ടിക്കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തതായും ട്രംപ് അവകാശപ്പെട്ടു. പക്ഷേ അത് ഏറെ വൈകിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലെ ഡിയാൻജിനിൽ SCO ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ ട്രംപ് വീണ്ടും രംഗത്തെത്തിയത്. ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തിയതിനെ ന്യായീകരിച്ചാണ് ട്രംപ് തിങ്കളാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഒഴിവാക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്ത്യ US വ്യാപാരം ഞാൻ മനസ്സിലാക്കുന്നത് പോലെ വളരെ കുറച്ച് ആളുകൾക്കേ മനസ്സിലാവൂ. അവർ നമ്മളുമായി വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നമ്മൾ വിറ്റഴിക്കുന്നു. പക്ഷേ നമ്മൾ അവർക്ക് വളരെ കുറച്ച് മാത്രമേ വിൽക്കുന്നുള്ളൂ. ഇതുവരെ അതൊരു ഏകപക്ഷീയമായ ബന്ധമാണ്. മാത്രമല്ല ഇന്ത്യ അവർക്ക് വേണ്ട എണ്ണയും സൈനിക ഉപകരണങ്ങളും ഭൂരിഭാഗവും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. US-ൽ നിന്ന് അവർ വളരെ കുറച്ച് മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ അവർ തീരുവകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏറെ വൈകിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പേ അവർക്കത് ചെയ്യാമായിരുന്നു, ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവയാണ് US ചുമത്തിയിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് പിഴയായുള്ള 25% ഉൾപ്പെടെയാണ് 50% തീരുവ ചുമത്തിയിരിക്കുന്നത്.